നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠങ്ങൾ ഓരോന്നായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് പുതിയ പാഠം പരിചയപ്പെടാം. പാഠത്തിൻ്റെ പേര് മിലേ സബ്കോ. അതിൻ്റെ അർത്ഥം എന്താണെന്നല്ലേ? മിലേ സബ്കോ, സബ്കോ മിലേ, എല്ലാവർക്കും ലഭിക്കട്ടെ അല്ലെങ്കിൽ എല്ലാവർക്കും ലഭിക്കണം. ഈ കവിത എഴുതിയതാരാണെന്നല്ലേ? ആത്മാ രഞ്ജൻ. നമുക്ക് കവിതയിലേക്ക് പോയാലോ? ബഹുത് ജരൂരി ഹേ കി മിലേ സബ്കോ ഉഗനെ കെ ലിയേ തോടി സി മിട്ടി ബൂന്ത് ഭർ നമി. ബഹുത് ജരൂരി ഹേ, വളരെ അത്യാവശ്യമാണ്. ജരൂരി, അത്യാവശ്യം. കി മിലേ സബ്കോ, എല്ലാവർക്കും ലഭിക്കണം. ഉഗനെ കെ ലിയേ, മുളയ്ക്കാൻ വേണ്ടി. തോടി സി മിട്ടി ബൂന്ത് ഭർ നമി, അല്പം മണ്ണും. ബൂന്ത് ഭർ നമി, അല്പം ഈർപ്പവും. ബൂന്ത്, തുള്ളി, ഒരു തുള്ളി ഈർപ്പവും എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ ആശയം വരുമ്പോൾ അല്പം ഈർപ്പവും. കൂട്ടുകാരെ, ഇവിടെ ചെടികളുടെ കാര്യമാണ് പറയുന്നത്. എല്ലാ ചെടികൾക്കും മുളയ്ക്കാനായി അല്പം മണ്ണും അല്പം ഈർപ്പവും അത്യാവശ്യമാണ്. ഇനി അടുത്ത വരികൾ നോക്കിയാലോ? थोड़ी सी हवा और धूप खिलने के लिए. खिलने के लिए थोड़ी सी हवा और धूप. വിടരാനായി അല്പം കാറ്റ്, അതുപോലെ വെയിൽ എന്നിവ ആവശ്യമാണ്. ഹവ എന്നതിന് കാറ്റ് എന്നും വായു എന്നും അർത്ഥമുണ്ട്. പൂക്കൾ വിടരാനായി കാറ്റും വെയിലും ആവശ്യമാണ്. കൂട്ടുകാരെ, ഒരു ചെടിക്ക് വളരാനായി അല്പം മണ്ണും അല്പം ഈർപ്പവും, അതുപോലെ അതിൽ പൂക്കൾ വിടരാനായി വെയിലും കാറ്റും എല്ലാ ചെടികൾക്കും ലഭിക്കണം. ഇതാണ് ആ വരികളുടെ ആശയം. അടുത്ത വരികൾ നോക്കൂ. പകനെ കെ ലിയേ ധോടി സി ആഗ്, പാകമാകാൻ വേണ്ടി അല്പം തീ. കൂട്ടുകാരെ, ആ വിളവ് ആഹാരത്തിൻ്റെ രൂപത്തിൽ പാകപ്പെടുത്താൻ വേണ്ടി അല്പം തീ ആവശ്യമാണ്. അടുത്ത വരി നോക്കൂ. ബഹുത് ജരൂരി ഹേ മിലേ സബ്കോ പങ്ക് ഔർ ഉഡ്നെ കെ ലിയേ ഖുലാ ഏക് ആസ്മാൻ. ബഹുത് ജരൂരി ഹേ മിലേ സബ്കോ പങ്ക്, എല്ലാവർക്കും പങ്ക്, ചിറക് വളരെ ആവശ്യമാണ്. ഔർ ഉഡ്നെ കെ ലിയേ ഖുലാ ഏക് ആസ്മാൻ, പറക്കാനായി തുറസായ അല്ലെങ്കിൽ വിശാലമായ ഒരു ആകാശവും വേണം. കൂട്ടുകാരെ, ഇവിടെ പക്ഷികളുടെ കാര്യമാണ് പറയുന്നത്. പക്ഷികൾക്ക് പറക്കാനായി ചിറകും വേണം, അതുപോലെ തന്നെ ആകാശവും, തുറസായ ഒരു ആകാശം അല്ലെങ്കിൽ വിശാലമായ ഒരു ആകാശവും ആവശ്യമാണ്. അടുത്ത വരി നോക്കൂ. ഉസ്സേ ഭി ജ്യാദാ ജരൂരി കി മിലേ സബ്കോ ജീനെ കെ ലിയേ ജമീൻ. ഉസ്സേ ഭി ജ്യാദ, അതിനേക്കാൾ കൂടുതൽ അത്യാവശ്യമുള്ളതാണ് ജീനെ കെ ലിയേ ജമീൻ, ജീവിക്കാനായി ഭൂമി ലഭിക്കുക എന്നത്. കൂട്ടുകാരെ, ഇതിനേക്കാളൊക്കെ കൂടുതലായി ആവശ്യമുള്ളത്, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എല്ലാവർക്കും ജീവിക്കാനായി ഭൂമി ഉണ്ടാവുക എന്നതാണ്. കൂട്ടുകാരെ, വളരെ അർത്ഥവത്തായ ഒരു കവിതയാണിത്. ചെടികൾക്കും മരങ്ങൾക്കും വളരാൻ ജലം, ഭൂമി, ആകാശം, വെയിൽ ഇവയൊക്കെ വേണം. അതുപോലെ പക്ഷികൾക്ക് പറക്കാൻ തുറസായ ഒരു ആകാശവും വേണം. ഈ തത്വം എല്ലാ ജീവജാലങ്ങൾക്കും എന്ന പോലെ തന്നെ മനുഷ്യർക്കും ബാധകമാണ്. കൂട്ടുകാരെ, നമുക്ക് മുന്നേറാനായി അവസരങ്ങളും കഴിവും ഉണ്ടാകേണ്ടതാണ്. ഇതിൽ ഏറ്റവും അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള ഭൂമി തന്നെയാണ്. ആ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ കടമയാണെന്നും ഈ കവിതയിലൂടെ കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ പ്രവർത്തനം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.